തേനി ടൗൺ തുടങ്ങുന്ന ആദ്യത്തെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഞാൻ ബസ് ഇറങ്ങി. ഇന്നലെ നമ്മൾ കമ്പത്തുനിന്ന് തേനിക്ക് പോരുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തേനി ടൗണിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 8-10 പ്രാവശ്യമെങ്കിലും തേനി വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ തേനി ഒന്ന് നടന്ന് കാണുന്നതിനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. തേനിക്ക് ആദ്യം ഞാനിതിൽ വരുന്നത് ഏകദേശം 8-9 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അന്നുള്ള തേനിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇപ്പോൾ ഈ ടൗണുകൾക്ക് വന്നിരിക്കുന്നു. റോഡിനൊക്കെ വീതി കൂടിയിരിക്കുന്നു. റോഡ് പലതും 4 വരി പാതകളായിരിക്കുന്നു. അതിലൂടെ ബസ്സുകളും മറ്റു വാഹനങ്ങളും ചീറിപ്പായുന്ന കാഴ്ചയാണ്. തേനി എന്ന് പറയുന്നത് അത്ര ചെറിയൊരു ടൗണൊന്നുമല്ല. ഒരുവിധം വലിയ മുനിസിപ്പാലിറ്റി തന്നെയാണ്. നമ്മുടെ കേരളത്തിലേക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ഒരു വലിയ മുനിസിപ്പാലിറ്റി തന്നെയാണ്. ഞാനങ്ങനെ പോകുമ്പോൾ മൂന്നാറിനുള്ളൊരു ബസ് കടന്നു പോകുന്നു. മൂന്നാറിന് തേനിക്ക് ഏകദേശം 10-30 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന റോഡ് ക്ലിയർ ആയതോട് കൂടി അതിലുള്ള ബസ് സർവീസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ തേനിയുടെ ടൗണിൻ്റെ അകത്തേക്ക് നമ്മൾ നടക്കുമ്പോൾ കണ്ട് വളരെ വിശാലമായിട്ടുള്ള റോഡ് തന്നെയാണ്. ഈ കാഴ്ച ശരിക്കും നല്ലൊരു സന്തോഷം നമുക്കുണ്ടാകുന്ന കാഴ്ചയാണ്. കാരണം നമ്മൾ കേരളത്തിലെ ഒരു ടൗണിലേക്ക് ചെന്നാൽ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് ഒരു ബ്ലോക്കായിരിക്കും. പക്ഷേ തമിഴ്നാട്ടിലെ ഒരു ഇതുപോലെയുള്ള മുനിസിപ്പാലിറ്റികളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വലുതായിട്ടുള്ള ബ്ലോക്കുകൾ വളരെ കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ. അതേപോലെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലെ മറ്റേതെങ്കിലും ടൗണുകളെ പോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ റോഡ് സൈഡിൽ ഉയരുന്നു. അതിനനുസരിച്ച് അവിടെയെല്ലാം നാനാവിധത്തിലുള്ള വ്യവസായങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളുമായി മാറുന്നു. ചിലത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായേക്കാം, ചിലത് ആശുപത്രി ഉണ്ടായേക്കാം. അതിൽ ഏതായാലും ആ ടൗണിൻ്റെ മൊത്തത്തിലുള്ള മുഖച്ഛായയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന വഴി മാറുന്നത്. ഈ റോഡ് ശരിക്കും 4 വരി പാതയിലുള്ള റോഡാണ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ തോടിന് കുറുകെയുള്ള ഒരു ചെറിയ ഒരു പാലം, അത്ര വലിയ തോടൊന്നുമല്ല, അത്യാവശ്യം വെള്ളമുള്ള തോടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുവിധം വെള്ളമുണ്ട് അതിൽ. മിക്കവാറും ഈ പ്രദേശത്തൊക്കെ കുറേ കൃഷികളുടെ ജലസേചനത്തിനൊക്കെ ആയിട്ട് ഒരു പക്ഷേ ഈ പോകുന്ന വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ടാകാം. അങ്ങനെ ആ തോടിൻ്റെ കാഴ്ച കഴിഞ്ഞ് മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്കും തേനി ടൗണിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് വന്നു തുടങ്ങി. പ്രത്യേകിച്ചും ഈ കാണുന്ന 2 ഭാഗങ്ങൾ ഞാൻ ആദ്യം വരുമ്പോഴൊക്കെ വളരെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങൾ, ശരിക്കും ഒരു 70കളിലോ അല്ലെങ്കിൽ 80കളുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ രീതിയിലുള്ള ഒരു നഗരത്തിൻ്റെ കാഴ്ചകളായിരുന്നു അന്ന്. ഒട്ടും വൃത്തിയില്ലാത്ത റോഡുകളും
സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും അതേപോലെ റോഡിലൂടെ ഭയങ്കര തിരക്കായിട്ടും ബ്ലോക്ക് ഉണ്ടാവുക വഴി ഈ തേനി ടൗണിൽ നിന്ന് പാസ് ചെയ്ത് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ എടുക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം വരുമ്പോൾ. ഈ ഒരു ജംഗ്ഷനിൽ ശരിക്കും നല്ലൊരു സമയം പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിയുന്നത് തേനിയിലെ പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഞാനതെല്ലാം ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് നേരത്തെ ഞാൻ വരുമ്പോൾ ബസ്സുകളിൽ ഇവിടെ കയറി ഇറങ്ങി ഏകദേശം 15 മിനിറ്റ് കൂടുതൽ കയറി ആളെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് എടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വളരെ നിസ്സാരമായിട്ട് ഇപ്പുറേ ഉള്ള എൻട്രൻസിൽ കൂടെ കയറി അപ്പുറേ ഉള്ള എൻട്രൻസിൽ കൂടെ ഇറങ്ങി പോകാം. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. രണ്ട് സൈഡിലും വഴിപാണിവക്കാരുടെ നല്ല തിരക്കാണ്. അവിടെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യപ്പെടുന്നു. അധികം ഈ സോപ്പ്, ചീപ്പ്, ചാന്ത്, കണ്ണാടി അങ്ങനത്തെ സംഭവങ്ങളാണ്. ഏതായാലും ഞാൻ അവിടുന്ന് ഇറങ്ങി ഇടത്തോട്ട് നടന്നാൽ ഒരു വലിയൊരു ജംഗ്ഷനുണ്ട്, ഒരു സിഗ്നൽ ഉണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ആ സിഗ്നൽ കട്ട് ചെയ്ത് ഞാൻ റൈറ്റ് സൈഡിലേക്ക് നടക്കുമ്പോൾ റൈറ്റ് സൈഡിലെ കാഴ്ചകൾ ഒക്കെയാണ്. റോഡിലൊക്കെ നല്ല തിരക്കാണ്. വാഹനങ്ങളുടെ ബസ്സുണ്ട്, കാറുണ്ട്, എല്ലാ തരത്തിലുള്ള വാഹനങ്ങളുടെയും നല്ല തിരക്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ് 1 മണിയോട് അടുത്തിരിക്കുന്ന സമയം. ഈ നട്ടുച്ച നേരത്ത് പോലും നല്ല വെയിലാണ്, നല്ല കാലാവസ്ഥയാണ്. ഈ നട്ടുച്ച നേരത്ത് പോലും ഈ തമിഴ്നാടിൻ്റെ തേനി എന്ന് പറഞ്ഞ ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തെ ഒരു വാഹനത്തിരക്കും ജനങ്ങളുടെ തിരക്കുമൊക്കെ ഒന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ഞാൻ അവിടുന്ന് കുറച്ച് മുമ്പിലായിട്ട് ഒരു ലെവൽ ക്രോസിൻ്റെ ഗേറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഏതായാലും ടൗണിൻ്റെ നടുക്കുള്ള ലെവൽ ക്രോസ് ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് ഞാൻ മുമ്പോട്ട് നടക്കുകയാണ്.